മിക്ക സ്ഥല പ്രദേശങ്ങളിലും ഈ ഊര് എന്നുള്ള സാധനം അതുകൊണ്ടാണ് വേലൂര് ഇപ്പൊ ഊര് ിലൂടെയാണ് നമ്മൾ ബ്രെയിൽ എഴുതുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിന് ചാർട്ടാണ് നമ്മൾ പേപ്പർ വൈറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിന് ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ ചാർട്ടിന്റെ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിൽ വെക്കുക. ഇതിൽ ഓരോന്നിലും 1, 2, 3, 4, 5, 6 അങ്ങനെ 6 കുത്തുകളുടെ കട്ടകൾ ഇതാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ എഴുതുക. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ടാണ് വായിക്കുക. സെല്ല് എന്ന് പറയുന്നത് 6 കുത്തുകളാണ്, 6 ഡോട്ടുകൾ. ഈ 6 ഡോട്ടുകളുടെ അപ്പർ സെല്ല് ലോവർ സെല്ല് അതിൽ നോക്കി അടയാളം അതിനനുസരിച്ചിട്ടാണ് ഓരോ അക്ഷരത്തിനും ഓരോ ഡോട്ടുകളാണ് ഉള്ളത്. ഇംഗ്ലീഷിലായാലും മലയാളത്തിനായാലും ഓരോ നമ്മൾ ആ എഴുതുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഏത് എഴുതുന്നതിന് നമ്മൾ ഏത് ഇംഗ്ലീഷിൽ എഴുതുന്ന പകരം ഇതിൽ ഒന്നാമത്തെ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഏത് വായിക്കാൻ വേണ്ടിയിട്ട് അതിന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട് വന്ന് പഠിപ്പിക്കാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷനോട് പഠിപ്പിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ജനറൽ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തതിന് ശേഷം ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ട് IEP തയ്യാറാക്കി ആ കുട്ടികളെ നല്ല രീതിയിൽ ആ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഒരിക്കൽ പോലും നമുക്ക് അതിനുള്ള അവശിഷ്ടങ്ങളെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും കുറഞ്ഞ പക്ഷം 10,000 കൊല്ലത്തിൽ കുറയാതെ പഴക്കം ഉണ്ടാകും. ഇതിനെ പറ്റി പഠിക്കുന്ന ഈ ശാസ്ത്രശാഖയെ പാലിയോളജി എന്നാണ് വിളിക്കുന്നത്. ഫോസിലിസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഫോസിൽ എന്ന പേര് വന്നത്. ഒരു സസ്യം അല്ലെങ്കിൽ ജന്തുക്കൾ മരിക്കുന്ന സമയത്ത് അവരുടെ മൃദുവായ ഭാഗങ്ങൾ നശിച്ചു പോവുകയും അതിന്റെ പല്ല്, എല്ല് പോലുള്ള ഹാർഡായിട്ടുള്ള ഭാഗങ്ങൾ പാറകളിലോ എവിടെയെങ്കിലും അടിഞ്ഞുകൂടി പാറകളാൽ മൂടപ്പെട്ട് അത് പിന്നീട് ഫോസിലായി മാറുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. അതിന്റെ മറ്റു പറഞ്ഞ ടീച്ചർ പറഞ്ഞ എങ്ങനെയാണ് അതിൽ നിന്ന് വേർതിരിക്കുന്നത്, കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്, അതൊക്കെ അതിന്റെ ശാസ്ത്രവശങ്ങളാണ്. അത് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് അത് പോയാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിലേക്ക് വരില്ല. ചരിത്രത്തിലേക്ക് നമുക്ക് ലാറ്റിൻ വേർഡിൽ നിന്നാണ് കുഴിച്ചെടുക്കുക എന്നുള്ള പദത്തിൽ നിന്നാണെന്നൊക്കെ നമ്മളിവിടെ പറഞ്ഞു. ഫോസിലുകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവി മരിക്കുന്നു, അത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണെങ്കിൽ അവശിഷ്ട മണ്ണിനടിയിൽ അടിഞ്ഞിരിക്കുകയാണ്. കാലക്രമേണ മണ്ണ് ഖനിജങ്ങളായിട്ട് മാറുന്നു, അതിന് മുകളിൽ പാറ രൂപപ്പെടുന്നു. കാലക്രമേണ ഭൂഭാഗം പോകുമ്പോൾ അവ പുറത്തേക്ക് വരുന്ന അങ്ങനെയാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഫോസിലുകളുടെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ നിങ്ങൾ നന്നായി കണ്ടുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. കോഴ്സ് നടത്താൻ പോകുന്നവരെ അല്ലെ നമ്മളാണ് സോഷ്യൽ സയൻസിൽ ഏറ്റവും കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ പാഠഭാഗവും ഞാൻ എങ്ങനെയാണ്
ചീത്ത പറയും. അല്ല ചീത്ത പറയുമ്പേ ആ ടീച്ചർക്ക് അപ്പൊ തോന്നുന്നു ഡീഡി എന്നെ വന്നിട്ട് ചീത്ത പറഞ്ഞു. ചീത്ത പറയില്ല. അപ്പൊ അവർക്കൊരു ആവശ്യമില്ല ഡീഡിന് ചീത്ത പറഞ്ഞു. സവിശേഷമായ ഉപയോഗം എന്നിവയെല്ലാം ഹോമിനിഡുകളുടെ പ്രത്യേകതകളാണ്. ഹോമിനിഡുകൾ ഫോമിനോയിഡുകളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതുകൊണ്ട് തന്നെ അവയുടെ വ്യത്യസ്തതരം കല്ലുകൾ ശരീരപുഷ്മാവ് സ്ഥിരമായി നിലനിർത്താനുള്ള ശേഷി എന്നിവയും അവയ്ക്കുണ്ടായിരുന്നു. വിഭാഗമായ പ്രൈമേറ്റുകളിലെ ഒരു വിഭാഗമാണ് പിന്നീട് വന്ന പ്രത്യേകതകൾ. പൈപ്പഡലിസം ഇടികാലുകൾ ഉപയോഗിച്ച് നടക്കുന്നു. സ്പൈൻ ചുരുങ്ങുന്നു, കാലുകൾ നീളുന്നു. ബ്രെയിൻ സൈസ് വലിപ്പം കൂടിയ തലച്ചോറാണ്. ഇന്റലിജൻസ്, ഇമാജിനേഷൻ, ലാംഗ്വേജ് എന്നീ മാറ്റങ്ങൾ വരുന്നു. ജീനസ് എന്നറിയപ്പെടുന്ന ശാഖകളായി തിരിച്ചിരിക്കുന്നു. ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ എന്നിവയാണ് ഈ ശാഖകളിൽ പ്രധാനപ്പെട്ടവർ. ഇവയെ ഓരോന്നും നിരവധി ജീവിവംശങ്ങളെ ഉൾക്കൊള്ളുന്നു. ഓസ്ട്രലോപിത്തസും ഹോമോയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം തലച്ചോറിന്റെ വലിപ്പം, താടിയെല്ല്, പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹോമിനിഡുകളെ ജീവിച്ചിരിക്കുന്നവയും ഫോസിലുകൾ ലഭ്യമായതുമായ ജീനസ് എന്നതിലേക്ക് ജീനസിനെ ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ എന്നുമായി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഹോമോയെ തലച്ചോറുള്ളത് കൊണ്ട് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൂടുതലായിരുന്നു. ഹോമോയെ 3 വിഭാഗമായി തരംതിരിച്ചിരിക്കുന്നു: ഹോമോ ഹാബിയസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. വെച്ചുകൊണ്ടാണ് നമ്മളുടെ നാഷണൽ കരിക്കുലം NEP-നെ വെച്ചുകൊണ്ടാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോം ചെയ്തത്. അപ്പൊ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ മൊത്തം വിദ്യാഭ്യാസ വ്യവസ്ഥ എങ്ങനെ പോകണം എന്നുള്ളതിനെ യോഗ്യപ്പെടുത്തിക്കൊണ്ടാണ് NCF പോകുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ CBSE ആണെങ്കിലും ICSE ആണെങ്കിലും അവരൊക്കെ പോകേണ്ടത്. അതിന്റെയൊക്കെ ബേസ് നിൽക്കുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കാണ്. ഇന്ത്യയുടെ മൊത്തം വിദ്യാഭ്യാസ വ്യവസ്ഥ എങ്ങനെയാണ് പോകേണ്ടത് എന്ന് ചിട്ടപ്പെടുത്തുന്നതാണ് NCF. അപ്പോ നമ്മുടെ ഇപ്രാവശ്യത്തെ NCF 2023 ഒരു ഘടന പ്രകാരം 4 തലമാണുള്ളത്. നമ്മുടെ അതിൽ 1 തുടങ്ങി 8 വരെ, 8 തുടങ്ങി 11 വരെ, 11 തുടങ്ങി 13 വരെ, 10 ക്ലാസ് വരെ, 9, 10, 11, 12 അങ്ങനെ 4 തലത്തിലേക്കാണ് NCF നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതനുസരിച്ചാണ് പിന്നെ ഇനിയുണ്ടോ പുതിയത്? ട്വിറ്റർ,